വളരെ ചുരുക്കം സമയം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തു മാമുമായിട്ട്. അപ്പോ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ പാട്ട് ഭയങ്കര മൂളബിൾ ആണ്. ഭയങ്കര ഡിഫറൻസ് വന്നു ആ സഖി കഴിഞ്ഞിട്ട്. രണ്ടും രണ്ട് എന്തായിട്ട് പറയല്ലോ, നമ്മളിങ്ങനെ ഒരു പുതിയൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു പെർസ്പെക്റ്റീവ് ഒരു കമ്പോസർ ആവുമ്പോൾ ഉണ്ടാവുന്നത്. ഇത്ര നാളും സിംഗർ ആയിരുന്നു നമ്മള്. അപ്പൊ നമ്മൾക്ക് ലിറിക്സ് തരും, നമ്മൾ പാടും, ലിറിക്സിന്റെ ഫീൽ അനുസരിച്ച് നമ്മൾ പാടും, എവിടെ എങ്ങനെ മോഡുലേഷൻ വരുത്തണം അതുപോലെ ചെയ്യും. പക്ഷെ ഇപ്പോഴാണ് ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഹരം മനസ്സിലാവണത്. ആക്ച്വലി ഞങ്ങൾ 2-3 ആർട്ടിസ്റ്റുകളെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ അഞ്ജലി മേനോൻ മാമിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജലി മാം പറഞ്ഞു എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ല, പുറകിലാണെങ്കിൽ ഓക്കെയാണ് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാം ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല, ദുബായിലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ 2-3 ആർട്ടിസ്റ്റുകളെ നോക്കി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷൂട്ടിന്റെ 3 ദിവസം മുമ്പാണ് സുദീപ് അയ്യോ ആരും കിട്ടിയിട്ടില്ല പറഞ്ഞു വെറുതെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തത്. അപ്പം ദിവ്യ മാമിന്റെ എന്തോ ഒരു പോസ്റ്റ് വന്നപ്പോഴാണ് ഓക്കെ എന്ന് മാമിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട്. മാം ആകുമ്പോൾ എല്ലാ രീതിയിലും മ്യൂസീഷ്യൻ ആണ്, എഴുത്തുണ്ട്, അതെ എല്ലാം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ മാം അഭിനയിക്കുമോ എന്നിങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പം ഭാഗ്യവശാൽ മാം അന്ന് ഗുരുവായൂർ എന്തോ കോൺഫറൻസിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാം ഒന്ന് അഭിനയിച്ചു. എന്താ പറയുക, വളരെ ചുരുക്കം സമയം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തു മാമുമായിട്ട്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ പാട്ട് ഭയങ്കര മൂളബിൾ ആണ്. അതെ, എല്ലാവർക്കും മൂളാൻ പറ്റുന്ന ഒരു പാട്ടാണ്, അത് നന്നായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. ഇറ്റ്സ് എ വെരി വെരി സ്വീറ്റ് സോങ്, നമുക്ക് പെട്ടെന്ന് കണക്ട് തോന്നുന്ന ഒരു പാട്ട്. യു ഹാവ് ബീൻ സിംഗിങ് സോങ്സ് ഫോർ ഇയേഴ്സ്, ബട്ട് ഇപ്പം കമ്പോസറായി. സോ ഇത്രയും നാളും ഒരാൾ കമ്പോസ് ചെയ്യണ സോങ് നമ്മൾ പാടുന്നു, അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ നൗ you composed. How did you find the difference, or like how it has actually empowered the musician in you? ഇപ്പൊ ഞാൻ പാട്ടുകൾ കേൾക്കണ രീതി ഒത്തിരി മാറി. മറ്റത് നമ്മള് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് മാത്രം കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പാട്ട് പഠിക്കുമ്പം ആ പാട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ നൊട്ടേഷൻസ് അല്ലെങ്കിൽ എവിടെ മോഡുലേഷൻസ്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പാട്ട് പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യാം. ആ ഒരു ആസ്പെക്റ്റിലെ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം മാറി. എല്ലാം, അതായത് ആ ബാക്ക്ഗ്രൗണ്ടിൽ പോണ എന്ത് സാധനം ഇപ്പം നമ്മൾ കേൾക്കും, നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. ആക്ച്വലി അത് ആസ് എ മ്യൂസീഷ്യൻ അതൊരു ഭയങ്കര എന്താ പറയാ ഹയർ സ്റ്റെപ്പിലേക്ക് പോയി എന്ന് തന്നെ പറയാം. I discovered it എന്ന് പറയാം. And the process was beautiful. Yes. So let's ഇനിയും കുറേം കൂടെ രസകരമായ പാട്ടുകൾ നമുക്ക് വരും അല്ലേ? We will continue composing. We always say like women compose ചെയ്ത് വളരെ കുറഞ്ഞ പാട്ടുകളെ, നമ്മുടെ പ്രണയം പോലും മെൻ പെർസ്പെക്റ്റീവിലുള്ളതാണ് എന്ന് പറയുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എനിക്ക്. സ്റ്റിൽ വർക്കിംഗ്. എല്ലാ കുറേ കൺസെപ്റ്റുകൾ കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എഴുതി വെക്കും. സോ ഇറ്റ്സ് വൺ ഓഫ് ദി കൺസെപ്റ്റ്.